ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആർക്കാ ഭ്രാന്ത്? പറയടോ, ആർക്കാ ഭ്രാന്ത്? കണ്ടോ കണ്ടോ, ദേഷ്യവും ഭ്രാന്തും എല്ലാം കൂടി വരുന്നൊരു വരവ് കണ്ടോ? ഇതാണോ ഭ്രാന്ത്? എന്തായാലും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോവല്ലേ? എന്റെ ശരിക്കുള്ള ഭ്രാന്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പോയിട്ട് വാടാ. പിന്നെ എപ്പ ഇറങ്ങാനാ ഉദ്ദേശിക്കുന്നേ? നാളെ രാവിലെ തന്നെ. ആ, നന്നായി മോളെ രാധികെ. ഈ കടയിലൊക്കെ ചെല്ലുമ്പോ ഇവൻ എന്തൊക്കെ കാണിച്ചു തരുന്നോ അതെല്ലാം ഇങ്ങ് എടുത്തേക്കണം. അല്ലാതെ ഈ പിശിക്കുള്ള നിന്റെ ഏർപ്പാടുണ്ടല്ലോ, അത് വേണ്ട, അത് വേണ്ട. ഒരു യാത്ര പുറപ്പെടുമ്പോ ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. എങ്കിൽ പിന്നെ മുത്തശ്ശിയുടെ പേരക്കുട്ടി ടെക്സ്റ്റൈൽസ് മുഴുവൻ എടുത്ത് മടക്കി എന്റെ കയ്യിൽ വെച്ച് തരും. ചുമ്മാ മുത്തശ്ശി, ഞാൻ ആവശ്യമുള്ളത് മാത്രം എടുക്കൂ. എന്നാ പോയിട്ട് വാ മക്കളെ. ഈശ്വര, കുട്ടികളുടെ യാത്ര മംഗളമാക്കണേ. മോളെ, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല മുത്തശ്ശി. അയ്യോ, അതെന്തു പറ്റി? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? വഴക്ക് പറഞ്ഞോ? ഞാനിവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വരുണും രാധികയും ഇനി കുറച്ചു കാലം ഇവിടെ കാണില്ല. അവരെവിടെ പോന്നു? അവര് ടൂറ് പോവാ. ഇതൊക്കെ വരുണിന്റെ തന്ത്രമാ. അവർക്കിടയിൽ നിന്നും എന്നെ ഒഴിവാക്കാനുള്ള തന്ത്രം. പോയിട്ട് വരട്ടെ. അവര് വരുമ്പോഴേക്കും പത്മിനിയെയും കൽപ്പനയെയും നീ അങ്ങ് കയ്യിലെടുത്തോ. ദേ മുത്തശ്ശി, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. രാധിക വരുണിനെ ടൂറിന് വിട്ടിട്ട് അവര് സൂയിക്കുന്ന കാണാനാണോ ഞാൻ ഇവിടെ വന്നിക്കുന്നേ? പോയി കഴിഞ്ഞാൽ അവര് തിരിച്ചെത്തുമെന്ന് എന്താ ഉറപ്പ്? നമ്മൾ ഇനി കണിമംഗലത്തേക്ക് പോകുന്നില്ല എന്ന് വരുൺ പറഞ്ഞാലേ അവൾ അതും കേക്കും. അങ്ങനെ ആലോചിച്ചാലേ ഇത്തിരി കുഴപ്പമാണല്ലോ മോളെ. ഇത്തിരി അല്ല, അവർ ഈ യാത്ര പോയാ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാ അവരുടെ യാത്ര മുടക്കണം, അതല്ലേ നീ ഉദ്ദേശിക്കുന്നേ? മുടക്കണം, മുടക്കിയേ പറ്റൂ. സാധനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വാരി കെട്ടിയിരുന്നിട്ട് ആ യാത്ര മുടങ്ങുമ്പോഴുള്ളൊരു വിഷമം ഉണ്ടല്ലോ, അതെനിക്ക് അവരുടെ മുഖത്ത് കാണണം മുത്തശ്ശി. ഒരു കാര്യം ചെയ്യാം, ഞാനേ ഇന്ന് രാത്രി അങ്ങോട്ട് വരാം. എന്നിട്ട് നേരായ വഴിയിലൂടെ വരാമെന്നല്ല, ആരും കാണാത്ത വഴിയിലൂടെ വരാന്നാ ഉദ്ദേശിച്ചേ. ഞാനൊരു സാധനം കൊണ്ടുവരാം, അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. അത് വെച്ച് നീ ഒരു കർമ്മം ചെയ്താൽ മതി, അവരുടെ യാത്ര തീർന്നോളും. അതെ മുത്തശ്ശി, ഈ കർമ്മം ചെയ്യലും പൂവൊഴിഞ്ഞിടലും ഒന്നും വേണ്ട. അതല്ലാതെ എന്തെങ്കിലും മാർഗമുണ്ടോ? എടി, മന്ത്രവാദിയുടെ അടുത്തോ ജ്യോത്സ്യന്റെ അടുത്തോ പോയി കർമ്മം ചെയ്യേണ്ട കാര്യമല്ല പറഞ്ഞേ. കർമ്മ, അതായത് നീ നിന്റെ ജോലി ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തരുന്ന കാര്യം നീ കൃത്യമായിട്ട് ചെയ്താ നാളെ അവര് കണിമംഗലത്ത് നിന്ന് ഇറങ്ങില്ല. മുത്തശ്ശി, കാര്യം എന്താന്ന് പറയും, അത് നന്നാവോ ഇല്ലയോന്ന് ഞാനും നോക്കട്ടെ. ആ നാടോടികളുടെ കൂട്ടത്തിൽ കിടന്ന നിന്നെ ഞാൻ ആദ്യം ആശുപത്രിയിലും പിന്നെ ആറ്റുവാശ്ശേരിയിലും എത്തിച്ചില്ലേ? അന്ന് നിന്നോട് പറഞ്ഞു കണിമംഗലത്ത് നിന്നെ എത്തിക്കാമെന്ന്. ഇപ്പൊ നീ എവിടെയാ നിൽക്കുന്നേ? കണിമംഗലത്തിന്റെ നടുത്തളത്തിൽ അല്ലേ? വരുണിന്റെയും രാധികയുടെ യാത്ര മുടക്കിത്തരാമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടക്കി തന്നിരിക്കും. ഞാൻ അങ്ങോട്ട് എത്തുന്നത് വരെ നീ ഒന്ന് കാത്തിരിക്കേ. ആ, നീ ഫോൺ വെച്ചോ. മുത്തശ്ശി, അവസാനം അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നൊന്നും എന്നോട് പറയരുത്. എടീ, ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് തന്നാലേ പിന്നെ മുത്തശ്ശിക്ക് ഊണും ഇല്ല ഉറക്കവും ഇല്ല. അവരെ തീർത്തിട്ടേ ഉള്ളൂ കാര്യം. നീ ഫോൺ വെച്ചോ.
ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഓർഡറിൽ എടുത്തു വെക്കണം. നമ്മളൊന്നും വാങ്ങാൻ മറന്നിട്ടില്ലല്ലോ. എന്ത് മറക്കാനാ? വരുൺ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാലോ. എനിക്കാണെങ്കിൽ തൊട്ടടുത്ത അമ്പലത്തിലെ പൂരത്തിന് പോയ പരിചയമുള്ളൂ. അതുകൊണ്ടാ ഞാൻ അടങ്ങി ഒതുങ്ങി അവിടെ നിന്ന്. അതൊക്കെ മാറിക്കോളും. 1-2 യാത്ര കഴിയുമ്പോഴേ താൻ തന്നെ എല്ലാം നടന്നു വാങ്ങിക്കോളും. അതെനിക്ക് ഉറപ്പാ. അപ്പോഴേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പൊരുത്തപ്പെട്ടോളൂ. നോക്കാം. ആ പിന്നെ നമുക്ക് ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് അത്യാവശ്യം വേണ്ടുന്ന മരുന്നുകളൊക്കെ വാങ്ങി വെക്കണം. അല്ല, അതിന് നമുക്ക് രണ്ടാൾക്കും അസുഖമൊന്നുമില്ലല്ലോ. എടോ, ഒരു യാത്രയുടെ കരുതൽ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല. നമുക്ക് ചിലപ്പോൾ നല്ല തണുപ്പുള്ളൊരു സ്ഥലത്ത് പോകണം, നല്ല മഞ്ഞ് വീഴ്ചയുള്ള ഒരു സ്ഥലത്ത് പോകണം. അതിനൊക്കെ ഒരു കരുതലുള്ളത് നല്ലതല്ലേ? അപ്പൊ ഈ അടുത്ത കാലത്തൊന്നും കണിമംഗലത്തേക്കില്ലേ? ആ നോക്കട്ടെ, ചിലപ്പോ നമ്മൾ ഇങ്ങനെ ഒരു പോക്ക് ജീവിതാവസാനം വരെ പോകും. തോന്നിയാ തിരിച്ചു വരും. ശരിക്കും? ഓഹ് എന്റെ പൊട്ടത്തി. എടോ, അച്ഛനമ്മമാരും മുത്തശ്ശി കേട്ടിട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? എന്ത് പറഞ്ഞാലും അതങ്ങ് വിശ്വസിച്ചോളൂ. ഓ, ഇടയ്ക്കൊരു കുട്ടി ഭ്രാന്തുള്ളതല്ലേ, അതാ വിശ്വസിച്ചു പോണത്. ആർക്കാ ഭ്രാന്ത്? പറയടോ, ആർക്കാ ഭ്രാന്ത്? കണ്ടോ കണ്ടോ, ദേഷ്യവും ഭ്രാന്തും എല്ലാം കൂടി വരുന്നൊരു വരവ് കണ്ടോ? ഇതാണോ ഭ്രാന്ത്? എന്തായാലും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോവല്ലേ. എന്റെ ശരിക്കുള്ള ഭ്രാന്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. താൻ കേറ്. കേറ്. കാണാം. കാണാം. വരുൺ, ആ പാവത്തിന് കണ്ണു കണ്ടുവിടാൻ തോന്നുന്നു. റോഡ് മുറിച്ചടക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. വരുൺ, വണ്ടി അയാളുടെ അടുത്തൊന്ന് നിർത്ത്. നമുക്ക് അയാളെ ഒന്ന് കടത്തിവിടാം. ആ